ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എനിക്ക് തോന്നാറുള്ളത്. എനിക്ക് മനസ്സ് തുറന്ന് ഹാപ്പി ആയിട്ട് നല്ല റിലാക്സ് ആയിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനുമാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിൽ ഒരു പുതിയ സ്റ്റെപ്പാണ് ജോലി എന്നുള്ളത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നഴ്സിംഗ് ഒക്കെ ഉള്ളവർക്ക് പല ഷിഫ്റ്റ് നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ തുടക്കം കൂടി ആയതുകൊണ്ട് നമ്മളൊരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നഴ്സിംഗ് ഈ ഒരു ജോലി പഠിച്ചു വരാൻ നമുക്ക് നല്ല ടൈം എടുക്കുന്നുണ്ട്. പയ്യപ്പോൾ ഈ സാഹചര്യമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരും. പിന്നെ അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പ്രാർത്ഥനയും ബൈബിൾ വായിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനും അവളും സമയം കിട്ടുമ്പോൾ കുറേ സംസാരിക്കും. പിന്നെ ഞങ്ങൾ തമ്മിൽ കാണലുള്ളത് വേറൊരു കാര്യം. ഇന്നിപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ സനുവിൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്കുള്ളവർക്ക് ഗിഫ്റ്റ് വാങ്ങാനും കൂടെ വന്നതായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്കത് മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. സനുവിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നമ്മൾ സീക്രട്ടായിട്ട് കേക്കുമായിട്ട് അവളെ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. വളരെ വളരെ സീക്രട്ടാണ്. അതെ, വെയിറ്റ് ആൻഡ് സീ. സനുവിൻ്റെ ഫ്രണ്ട് സാൻഡ്ര വന്നിട്ടുണ്ടായിരുന്നു. അവളിവിടെ ആസ്റ്ററിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങളെ അറിയുന്നവർക്ക് അറിയായിരിക്കും അവളുടെ ബർത്ത്ഡേ എന്നാണ്. കഴിഞ്ഞ മന്ത് കഴിഞ്ഞതാണ്. അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. എനിക്കിതൊന്നും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെയിം റീസൺ തന്നെയുള്ളൂ എനിക്കിതിനും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമ്മുടെ ലൈഫിലെ കുറേ റിലാക്സ് ആയിട്ടുള്ള പീരീഡ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ പഠനം, നമ്മുടെ കോളേജ് അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ പുതിയ കാര്യങ്ങളിലേക്ക് ആയി എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഓക്കെ അല്ല ഞാൻ കംപ്ലീറ്റ്ലി. ബട്ട് സ്റ്റിൽ എൻ്റെ ദൈവം എന്നെ നടത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ബൈ.